ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോതമംഗലംകാരുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മിക്കവാറും ഞങ്ങൾ പോകുന്നൊരു സ്ഥലമാണ് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ കേട്ടോ. അപ്പം നമ്മളവിടെ ചെന്ന് ഇറങ്ങാനൊക്കെ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ വന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല, തിരിച്ച് കയറി ഞങ്ങൾ വടാട്ടുപാറയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കൈ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് രാത്രി ടൈമിലാട്ടോ വന്നത്. അപ്പം ഞങ്ങൾ അവിടെ എന്തൊക്കെയോ കാട്ടിൽ ഭയങ്കര സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ പേടിച്ച് പെട്ടെന്ന് വണ്ടി തിരിച്ച് പോരൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് ആനയാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നവൻ ഇവിടെ പേടിപ്പിച്ചിട്ടു. അപ്പോൾ അവളത് വിശ്വസിച്ചിട്ട് അവന്മാരോട് പറയുകയാണ് ഞങ്ങൾ ആനനെ കണ്ടു, ആന ചോര ചീറ്റി തെറിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഭയങ്കര നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവരൊക്കെ ഇറങ്ങി വെള്ളത്തിലിറങ്ങി കുളിച്ചു, നീന്തി കളിച്ചു. ഞാൻ മാത്രം അവരുടെ കുളിസീനും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അല്ലൂസ് ഭയങ്കര തണുപ്പ് വിറച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴ പെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറിയത് ഭയങ്കര രസമായിരുന്നു. ഞാനും നനഞ്ഞു, വെള്ളത്തിലിറങ്ങിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് ഫുൾ നനഞ്ഞ് കുളിച്ച് നനഞ്ഞ കോഴിയുടെ അവസ്ഥയിലാണ് എല്ലാവരും കാറി കയറിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഭൂതത്താൻകെട്ട് വന്നപ്പോൾ അവിടെ ചെറിയൊരു ബജിക്കടയിൽ കയറി ചായ കുടിച്ചു. പിന്നെ മുട്ട ബജ്ജി, മുളക് ബജ്ജിയൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ച് നല്ല ആവശ്യമായിട്ട് തന്നെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഇവന്മാരെയും കൊണ്ട് എവിടെ പുറത്തിറങ്ങിയാലും എന്തെങ്കിലും തിന്നാണ്ട് വീട്ടിൽ കയറാൻ ഒരു പ്രശ്നമില്ല. പിന്നെ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒരുപാട് നിന്ന് കറങ്ങാതെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ നമ്മുടെ കറക്കം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.